ഹലോ, അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2, 3, 5, 7, 11 ഇതൊക്കെ അഭാജ്യ സംഖ്യകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഇതെങ്ങനെയാണ് ഒരു സംഖ്യ അഭാജ്യ സംഖ്യ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്, പ്രൈം നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്? എക്സാമ്പിൾ, ഇപ്പോൾ 3 ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3ൽ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് 3നെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കും. 3ൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. വേറെ ഒരു ഫാക്ടറും 3ക്ക് ഇല്ലല്ലോ, വേറെ ഒരു സംഖ്യ കൊണ്ട് നമുക്ക് 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 7 എടുത്ത് നോക്കൂ. 7ൽ നമുക്ക് 1 കൊണ്ട് 7നെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാം, പിന്നെ 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. വേറൊരു സംഖ്യയും നമുക്ക് 7ൽ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളില്ല. അപ്പോൾ ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യയും ഒന്ന് മാത്രമേ അതിൻ്റെ ഘടകങ്ങളായിട്ടുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഖ്യ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ട് മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അതൊരു അഭാജ്യ സംഖ്യയാണ്. 9 അഭാജ്യ സംഖ്യ അല്ല. എന്തുകൊണ്ടാണ്? 9ൽ 1ഉം പോകും, 9ഉം പോകും, 3യും പോകും. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? വേഗം കമൻറ്റ് ചെയ്തോളൂ.